പ്രതിരോധ ഫയലുകളും രഹസ്യങ്ങളും ആന്റണിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പകർത്തിയെടുത്ത് ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവർക്ക് കൈമാറുന്ന ഒരു വലിയ ദല്ലാളായി, ഒരു ഇടനിലക്കാരനായി അനിൽ ആന്റണി പ്രവർത്തിച്ചു എന്നതാണ്. ഇത് രണ്ടും ഗൗരവമേറിയ ആരോപണമാണ്. അത് അന്വേഷിക്കേണ്ടതുണ്ട്. അനിൽ ആന്റണി രാജ്യത്തിന്റെ രഹസ്യം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൈമാറിയെങ്കിൽ തീർച്ചയായും ജയിലിൽ അടയ്ക്കേണ്ട കുറ്റവാളിയാണ്. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് ദല്ലാൽ നന്ദകുമാറാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ വിശ്വാസ്യത പ്രസക്തമായ ചർച്ചാ വിഷയമാണ് എന്ന് മാത്രവുമല്ല, ഇതിന്റെ ഭാഗഭാക്കെ എന്ന നിലയിൽ അനിൽ ആന്റണി മാത്രമല്ല ദല്ലാൽ നന്ദകുമാറും പ്രതി ചേർക്കപ്പെടേണ്ടതാണ്. ഇവിടെ അംബാനിയെ പോലുള്ള പ്രമുഖർ പോലും ഇടനിലക്കാരനായി ഉപയോഗിച്ചു എന്നാരോപിക്കപ്പെടുന്ന ദല്ലാൽ നന്ദകുമാർ പച്ചക്കള്ളം ഇങ്ങനെ പറയുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. തന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ട് അനിൽ ആന്റണി BJPയുടെ സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ വരുന്നത് വരെ ഇത് രഹസ്യമാക്കി വെച്ചു